ഹായ് ഓൾ, ഇന്ന് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പെഡഗോജി ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ് ഈ ഒരു കണ്ടന്റ് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ദ നോഷൻ ഓഫ് ഇനേറ്റ് ലാംഗ്വേജ്, സ്വതസിദ്ധമായ ഭാഷ എന്ന ആശയം അല്ലെങ്കിൽ ഭാഷയുടെ ആശയം. ഓക്കെ, ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതുമായി എത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് എന്തെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, Chomsky is of the opinion that grammar is strongly determined by a genetically transmitted language faculty. അതായത് ചോംസ്കിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ജനിതകമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കഴിവാണ് ഭാഷ എന്നാണ് ചോംസ്കി പറയുന്നത്. ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കഴിവാണ് ഭാഷ എന്ന് ചോംസ്കി പറയുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്, ഓർത്ത് നോക്കുക. വിച്ച് ഈസ് റെഫേർഡ് ആസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അപ്പോൾ അയാൾ പറയുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, ആ ഒരു ഡിവൈസ് ആണെന്നാണ് പറയുന്നത്. ആ ഡിവൈസിനെ പറയുന്നതാണ് എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് ഭാഷ ഏറ്റെടുക്കൽ ഉപകരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ പറയുമ്പോൾ ഭാഷ ഏറ്റെടുക്കൽ ഉപകരണം. പക്ഷേ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് ഓർത്തിരിക്കാൻ സുഖമാണ്, LAC ലാക്ക്. അപ്പോൾ അത് നമ്മൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കി. ദെൻ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് which is referred as, okay, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Then language acquisition device allows the child to learn grammar as a language on the basis of the samples of speech he encounters. അതായത് ഒരു കുട്ടി അഭിമുഖീകരിക്കുന്ന സംഭാഷണ ശകലങ്ങളിലൂടെ ഗ്രാമർ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാൻ കുട്ടീനെ അനുവദിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ മെക്കാനിസം. അതൊരു സൈക്കോളജിക്കൽ മെക്കാനിസം ആണെന്ന് കൂടി ചോംസ്കി പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി കൈമാറുന്ന ഒരു കഴിവാണ്. അത് കുട്ടിയുടെ ഡിവൈസ്, ഓൾറെഡി ഒരു കുട്ടിയുടെ ജനിക്കുമ്പോൾ തന്നെ ഒരു ഡിവൈസ് ഉണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കഴിവാണെന്നാണ് പറയുന്നത്. ഓക്കെ, കുട്ടി അഭിമുഖീകരിക്കുന്ന സംഭാഷണ ശകലങ്ങളിലൂടെ ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണം സ്വായത്തമാക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നു എന്നാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ചോംസ്കി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ബിറ്റ്വീൻ ഐ ലാംഗ്വേജ് ആൻഡ് ഇ ലാംഗ്വേജ്, which is based on the language competence and performance of the individual. The letters I and E stand for internalized and externalized respectively. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഐ ലാംഗ്വേജും ഇ ലാംഗ്വേജും എന്താണ്, ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഐ, എന്താണ് ഇ? ഐ എന്ന് പറയുന്നത് ഇൻറ്റർണലൈസ്ഡ് ആണ്. ഇ എന്ന് പറയുന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്റ്റർണലൈസ്ഡ് ആണ്. ആന്തരികമാണ് ഇൻറ്റർണലൈസ്ഡ് എന്ന് പറയുന്നത്, എക്സ്റ്റർണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ബാഹ്യമാണ്. ഓക്കെ, പിന്നെ ചോംസ്കി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ബിറ്റ്വീൻ ഐ ലാംഗ്വേജ് ആൻഡ് ഇ ലാംഗ്വേജ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ലാംഗ്വേജ് കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഭാഷാശേഷിയും അതുപോലെ തന്നെ പ്രകടനവുമായി ഇത് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഭാഷയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഐ ഭാഷ എന്നും ഇ ഭാഷ എന്നും. ഐ എന്ന് പറയുന്നത് ഇൻറ്റർണലൈസ്ഡ് ആണ്, ആന്തരികമാണ്. ഇ എന്ന് പറയുന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്റ്റർണലൈസ്ഡ് ആണ്, അതായത് ബാഹ്യപരമായിട്ടാണ്. ഓക്കെ, ഐ ലാംഗ്വേജ് ഈസ് ദ കോമ്പിറ്റൻസ് വിച്ച് റെഫേഴ്സ് ടു സംതിങ് സൈക്കോളജിക്കൽ ഓർ മെൻ്റൽ. ഒന്നുമില്ല, അത് സൈക്കോളജി മനഃശാസ്ത്രപരവും മെൻ്റലുമായിട്ടുള്ളതാണ്. അതായത് സൈക്കോളജി പരമായിട്ടുള്ള ഒന്നാണ് ഐ എന്ന് പറയുന്നത്. ഐ ലാംഗ്വേജ് ഈസ് സിംപ്ലി ദ ലാംഗ്വേജ് സിസ്റ്റം ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻറ്റേർണലി. ഈ ഐ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് സിസ്റ്റമാണ്. അത് ഇൻറ്റേർണലി ആന്തരികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു സ്ലൈഡിൽ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ചോംസ്കി യൂസ് ദ ടേം ഇ ലാംഗ്വേജ് ടു റെഫർ നോട്ട് ഓൺലി ബോത്ത് പെർഫോമൻസ് ബട്ട് ഓൾസോ ടു ലാംഗ്വേജ് കൺസിഡേർഡ് ആസ് സോഷ്യൽ എൻറ്റിറ്റീസ്. അതായത് ചോംസ്കി പറയുന്നത് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം പെർഫോമൻസിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല, പ്രകടനത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല, സോഷ്യൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും കൂടിയാണ് ഈ ലാംഗ്വേജ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോംസ്കി പറയുന്നത്.
Indeed, language is the term that he uses for English, French, എന്താണ് ഫ്രഞ്ച് ഓർ വാട്ട് എവർ സച്ച് ലാംഗ്വേജസ് ആർ നോർമലി കൺസിഡേർഡ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫ്രഞ്ച് ലാംഗ്വേജ് ആയിക്കോട്ടെ, മറ്റ് ഭാഷകളായിക്കോട്ടെ, എല്ലാം ഈ ലാംഗ്വേജിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണെന്നാണ് പറയുന്നത്. അടുത്തത്, അക്കോർഡിംഗ് ടു ചോംസ്കി ബ്ലൈൻഡ് ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് ആസ് ദ സൈറ്റഡ് ഡു. അതായത് അദ്ദേഹം പറയുന്നു, ഇപ്പോൾ അന്ധരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ കാഴ്ചശക്തി ഉള്ളവരെ പോലെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്നു. അതെന്തിന് ഉദാഹരണമാണ്? അത് ഇൻറ്റേർണൽ ആയിട്ട് വരുന്നൊരു ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഭാഷ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ചോംസ്കി പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ചോംസ്കി ബ്ലൈൻഡ് ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് ആസ് ദ സൈറ്റഡ് ഡു. ഈവൻ കളർ, ടേംസ് ആൻഡ് വേർഡ്സ് ഫോർ വിഷ്വൽ എക്സ്പീരിയൻസസ് ലൈക്ക് സീ, ലുക്ക്, ഓൾ ദീസ് ഇൻസ്റ്റൻസസ് ഷോ ദാറ്റ്, ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ലാംഗ്വേജ് കോമ്പറ്റൻസീസ് ഈസ് ഇനേറ്റ്, ഉള്ളിലുള്ള ഒന്നാണ് എന്നാണ് കാണിക്കുന്നത്. ലാംഗ്വേജ് കോമ്പറ്റൻസീസ് അതായത് ഭാഷയുടെ കാര്യത്തിൽ, ഭാഷ പ്രയോഗിക്കാനുള്ള ഇതിൻ്റെ കാര്യത്തിൽ എല്ലാം ഇത് ഇനേറ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് കൈകാര്യം ചെയ്തത്. ഇപ്പം അതായത് നമ്മൾ അന്ധരായ വിദ്യാർത്ഥികൾ കാഴ്ചശക്തി ഉള്ളവരെ പോലെ തന്നെ വേർഡ്സ്, കാര്യങ്ങളെല്ലാം പ്രകടമാക്കുന്നു, ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നു, കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്നുള്ളത് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു.